Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ കട്ടിങ്ങും ചോപ്പിങ്ങും ചെയ്യുന്ന ബോർഡ് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാം എന്നാണ് കാണിക്കുന്നത്. 30 വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളുടെ കട്ടിംഗ് ബോർഡാണിത്. ഇത് ഒന്ന് വെളുപ്പിച്ചെടുക്കാനായിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. അതിനായിട്ട് ഈ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. ഒരു കഷ്ണം നാരങ്ങയുടെ നീര് നമുക്ക് തേച്ച് കൊടുക്കാം. ഉണങ്ങിയ നാരങ്ങയുടെയോ കേടായ നാരങ്ങയുടെയോ നീരാണെങ്കിലും മതിയാകും കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് ഉരയ്ക്കണം കേട്ടോ. ഏകദേശം ഒരു 3 to 5 minutes ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും കൂടി തേച്ചിട്ട് കട്ടിംഗ് ബോർഡ് നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കാം. കഴുകി കളയേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് കട്ടിംഗ് ബോർഡിൽ തേച്ചിട്ട് 5 മിനിറ്റ് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം ഒരു സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. കണ്ടോ, നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഉണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് എളുപ്പം തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഈ ഒരു പൊടിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.